ഹലോ നമസ്കാരം. ട്രാവൽ ഫ്രണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞൊരു ഓണാശംസ ഞാൻ നേരുന്നു. ഐശ്വര്യ സമ്പൂർണ്ണമായ നല്ലൊരു ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഓണത്തിൻ്റെ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് മറൈൻ ഡ്രൈവ്, അത് സുഭാഷ് പാർക്ക്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചേരും. അതായത് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽസാക്കി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ എറണാകുളത്തെ ഓണം ആഘോഷങ്ങളുടെ രാവുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നേരെ ഓണത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. സുഭാഷ് പാർക്കിലാണ് നിൽക്കുന്നത്. നല്ല രസമാണ്, ചുറ്റും ലൈറ്റാണ്. ഇങ്ങനെ സുഭാഷ് പാർക്ക് ആണെങ്കിൽ ഓണം, അതുപോലെ തന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ലൈറ്റപ്പോടുകൂടി കാണാൻ സാധിക്കുന്നത് കേട്ടോ. നല്ല രസമാണ്, ചുറ്റും കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ടല്ലോ, പിന്നെ നല്ല പച്ചപ്പാണ്. എന്തായാലും അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട്. എന്തായാലും ലൈറ്റപ്പിൽ സുഭാഷ് പാർക്ക് കാണാൻ നല്ല രസമാണ്. പിന്നെ രാത്രിയുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നല്ല ശാന്തമാണ് ഇവിടെ. പിന്നെ നല്ല പച്ചപ്പ്, അടിപൊളി, നല്ല ആംബിയൻസാണ് എന്തായാലും. ഓണം പ്രമാണിച്ചിട്ടാണ് ഇങ്ങനെ ലൈറ്റപ്പൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കാണുന്നത്. ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും സൂപ്പറാണ് ഈ സമയത്ത് ഇവിടെ സുഭാഷ് പാർക്ക് കാണാനായിട്ട്. കാരണം ഞാൻ കാണിച്ചില്ലേ, നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. എന്തായാലും രാജേന്ദ്ര മൈതാനം തൊട്ട് ഇങ്ങനെ ഇട്ടേക്കാണ് ലൈറ്റ്. അത്ര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇത് നമ്മുടെ അങ്ങ് അറ്റം വരെ ഉണ്ട്, സുഭാഷ് പാർക്കിൻ്റെ അങ്ങ് അറ്റം വരെ ഇട്ടുണ്ട് ലൈറ്റ്. പിന്നെ ഓരോരോ മരങ്ങളിലും ഇങ്ങനെ ലൈറ്റ് ഇട്ടേക്കണം. കാരണം നല്ല രസമാണ് കാണാനായിട്ട്. എങ്ങനെയുണ്ട് നമ്മുടെ സുഭാഷ് പാർക്കിലെ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായാലും ഇവിടെ വന്നിരിക്കാൻ പറ്റിയ നല്ല ആംബിയൻസാണ്. പിന്നെ ഓണം പ്രമാണിച്ചാണെങ്കിൽ ലൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല രസമാണ്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. സൂപ്പറാണ് എന്തായാലും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമുക്ക് സപ്പോർട്ടൊക്കെ തരിക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ സുഖമായിരിക്കാം. ഓക്കെ, ടാറ്റാ.